മലയാളികളുടെ സമ്പൂർണ്ണ കാർഷിക പരിപാടിയായ എന്റെ ഹരിത കേരളത്തിലേക്ക് സ്വാഗതം. സാധാരണയിൽ കൂടുതൽ വളർച്ചയും യൂണിഫോമിറ്റിയും നൽകി 2 വർഷം മുമ്പേ ടാപ്പിംഗിന് പാകമാകുന്ന റബ്ബർ മരങ്ങൾ കാലവർഷത്തെയും കാറ്റിനെയും രോഗങ്ങളെയും പ്രതിരോധിച്ച് ഇരട്ടിയിലേറെ ഉൽപാദനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ശാസ്ത്രീയ കൃഷി പരിചരണം. പാരമ്പര്യമായി കൃഷി അറിവുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഇലക്ട്രോണിക്സ് തൊഴിലിൽ നിന്ന് കാർഷിക ഗവേഷണത്തിലേക്ക് ഇറങ്ങിയ സാധാരണക്കാരനാണ് എലിവാലിയിലെ മാനുവൽ എം വടക്കേട്ട്. കർഷകനെ സംബന്ധിച്ചുള്ള ഇന്ന് കൃഷി വളരെ ആദായകരമാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കുഴിയിൽ തന്നെ 2 വെക്കുമ്പോൾ അവനെ സംബന്ധിച്ചുള്ള ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളതാണ് ചെയ്യും. ഏത് പണി ചെയ്താലും ഇനി ഒരു തൈ പോയാൽ തന്നെയും മറ്റേ തൈ കിട്ടണം. അതുപോലെ തന്നെ ഈ 2 വെക്കുന്നതുകൊണ്ട് അവ വളരെ സഹകരിച്ച് വളരുന്നതാണ് എൻ്റെ അനുഭവം. റബ്ബർ ബോർഡിന്റെ തിയറി അനുസരിച്ച് 1 ഏക്കർ സ്ഥലത്ത് 150 മരങ്ങളാണ് നടുവാൻ കഴിയുക. മാനുവലിന്റെ 15 വർഷത്തെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി 300 മുതൽ 1000 മരങ്ങൾ വരെ നടാം. ആദ്യ പരീക്ഷണത്തിന്റെ ഫലം വിജയം കണ്ടതോടെ പുതിയ പരീക്ഷണങ്ങൾക്ക് സുഹൃത്തുക്കളുടെ പിന്തുണ ഏറിയിട്ടുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് തോട്ടങ്ങളാണ് കാറ്റത്ത് മറിഞ്ഞു പോകുന്നത്. എന്നാൽ ഈ 2 തൈ ഒരു കുഴിയിൽ വെക്കുന്നതുകൊണ്ട് കാറ്റിനെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട്. ഇതിലെ ഓരോ തൈ നിൽക്കുന്നതുകൊണ്ട് ആ തൈകൾ കാറ്റത്ത് പിടിക്കുന്നുമുണ്ട്. അതുപോലെ ഇത് ഒരു കുഴിയിൽ തന്നെ 2 ഉള്ളതുകൊണ്ട് ഒരു മത്സരിച്ച് വളരുന്നതായിട്ടാണ് കാണുന്നത്. ഈ തൈകൾ ഒന്നിനെ കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടില്ല. 2 ഒരേ ഇനത്തിൽപ്പെട്ട തൈകൾ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ തൈ നടുമ്പോൾ ഒരേ വണ്ണത്തിൽ വെച്ചാൽ 2 തൈകൾ ഒരേ വണ്ണത്തിൽ തന്നെ മത്സരിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ വളർച്ച അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ മരങ്ങളുടെയും ശിഖരങ്ങൾ തെക്ക് വടക്ക് ദിശയിലേക്കാണ്. ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മുന്നേറുന്ന മരങ്ങളിൽ നിന്ന് കൂടുതൽ ഉൽപാദനം ലഭിക്കുന്നു. സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളെ സംയോജിപ്പിച്ച് ചെടികൾക്ക് നൽകുന്ന രീതിയിലൂടെ കൂടുതൽ വളർച്ചയും ഉൽപാദനവും ഉണ്ടായി. ചെടികളുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിച്ചു. 200 വർഷത്തെ ആയുസ്സുള്ള റബ്ബർ മരങ്ങളുടെ ആയുസ് നിലനിർത്തുവാൻ എനർജി ചാർജ് ലിക്വിഡ് പാർട്ടിക്കിൾസ് ഉപയോഗിക്കണമെന്നാണ് മാനുവൽ പറയുന്നത്. സൂര്യന്റെ എനർജിയിൽ നിന്നാണ് ഇതിന്റെ ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നത്. വയലറ്റ് എനർജി, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെ വിബ്ജിയോർ, ഈ ഓരോ കളറിലും ഓരോ എനർജി സ്വീകരിച്ചിട്ട് ആ എനർജിയാണ് ചെടികൾ കൊടുക്കുന്നത്. വയലറ്റ് എനർജി കീടങ്ങളൊക്കെ അകറ്റാൻ പറ്റും. പണ്ട് കാരണവന്മാരൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ കോഴിച്ചായത്തിൽ മുക്കി വിടുമായിരുന്നു. അപ്പോൾ ഏറിയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ചെടികൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന രോഗപ്രതിരോധ ശക്തി ഉണ്ടാകുകയാണ്. ഇൻഡിഗോ കളറ്, അതായത് വയലറ്റും ബ്ലൂ കൂടി ചേർന്ന കളറാണ്. ഈ കളറിന് ചെടികൾക്ക് സൗന്ദര്യമാക്കാൻ പറ്റും. നമ്മളിത് ഒഴിച്ച് ഈ പച്ചക്കറികൾക്കോ ചെടികൾക്കോ ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അതായത് 1 മാസത്തിനൊക്കെ ഇതിന്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. നല്ലപോലെ തഴച്ച് കൊടുത്ത് അങ്ങനെ വളരുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഞാൻ ഈ കൃഷിയിലോട്ട് വരാനുള്ള കാരണം തന്നെ ഇതിന്റെ സമൃദ്ധമായ ഈ വളർച്ച കണ്ടുകൊണ്ടാണ്. അതുപോലെ ബ്ലൂ കളറ്, അതായത് എല്ലാ സസ്യങ്ങളിലും നശിക്കാനുള്ള ചാൻസ് ഓരോ സസ്യങ്ങളിലും വിഷാംശം അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഈ വിഷാംശം ഇത് ചെന്ന് കഴിയുമ്പം ഇല്ലെന്നാകും. റബ്ബറിൽ സൈനൈഡ് പോയിസനാണ് ഉണ്ടായത്. ഈ സൈനൈഡ് പോയിസൺ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഈ റബ്ബറിന്റെ പട്ട വരുമ്പോഴാണ് ഈ പട്ടമരപ്പ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇത് സൈനൈഡ് പോയിസന്റെ ആന്റിഡോട്ട് ചെയ്യുന്ന ഈ ബ്ലൂ ചാർജ് അവൻ ആന്റിഡോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മരത്തിന് വളർച്ചയും കൂടും. അടുത്തത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറ്, അതായത് ഓരോ സസ്യത്തിലും 32% വെള്ളമാണെന്നുണ്ട്. ഈ ഭൂമിയിൽ 32% വെള്ളം, മനുഷ്യനിൽ 32%. അതുകൊണ്ട് സസ്യത്തിന് വളരാൻ വേണ്ടിയിട്ട് 32% വെള്ളം നമ്മൾ അതായത് ഈർപ്പം കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊതയിട്ട് കൊടുത്താൽ മതി. പൊതയിട്ട് കൊടുത്താൽ അതായത് എന്തേരം മഴ പെയ്താലും ശരി ആ മഴവെള്ളം മുഴുവൻ ഭൂമി ആഗിരണം ചെയ്യും. ഈ ചപ്പയോറിട്ട് കൊടുത്താൽ എത്ര മഴ പെയ്താലും ശരി അത് ഭൂമി ആഗിരണം ചെയ്യും. അതുകൊണ്ട് നമുക്ക് അനാവശ്യമായിട്ട് വളക്കുഴികൾ നിർമ്മിക്കേണ്ട, അതുപോലെ തന്നെ ഈ കയ്യാലകൾ പൊക്കണ്ട. നമ്മൾ കുഴിക്കകത്ത് ഇറക്കി തൈ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കർഷകനെ സംബന്ധിച്ചോളം ചെലവുകൾ വളരെയധികം കുറയും. ആദ്യം ഒറ്റ പണിക്ക് തന്നെ സർവ്വ പണിയും നമ്മൾ തീരുകയാണ്. റബ്ബർ മരങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതോടൊപ്പം ബലവും കൂടുന്നു. പാലിന്റെ അളവിലും DRCയിലും വർധനവ് പട്ടമരവിപ്പിനെ പ്രതിരോധിക്കുന്നു. വർഷത്തിൽ 2 പ്രാവശ്യം മരങ്ങളിൽ തളിക്കുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ മതി.
കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ആദായമുണ്ടാക്കി റബ്ബർ കൃഷിയിൽ മുന്നേറുവാൻ സഹായിക്കുന്ന 2-in-1 രീതി വിജയം കണ്ടുകഴിഞ്ഞു. മരങ്ങളുടെ ശിഖരങ്ങൾക്ക് വളരുവാൻ വേണ്ട സ്ഥലം തെക്ക് വടക്ക് ദിശയിലാണ് വേണ്ടത്. ഈ ദിശയിൽ 30 അടി അകലവും കിഴക്ക് പടിഞ്ഞാറ് 10 അടി അകലവും നൽകിയാണ് കുഴിയെടുക്കുന്നത്. ത്രികോണാകൃതിയിൽ മരങ്ങൾ വളരുന്ന രീതിയിലാണ് കുഴികൾ എടുക്കേണ്ടത്. രണ്ടര അടി ചതുരത്തിലുള്ള കുഴികൾ എടുത്ത് കുഴിയുടെ 6 അടി ചുറ്റളവിലുള്ള മേൽമണ്ണ് ചെരിച്ചു വെട്ടി കുഴിയിലിടുന്നു. കുഴിയുടെ 1.5 അടി മാത്രമേ മണ്ണിട്ട് മൂടാവൂ. കൂടാതെ നടുമ്പോൾ തായ്വേര് ചുരുണ്ടുകൂടി ഇരിപ്പുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റണം. കുഴിയുടെ വടക്ക് വശത്തും കിഴക്ക് തെക്ക് മൂലയിലുമാണ് തൈകൾ നടേണ്ടത്. തൈകൾ തമ്മിലുള്ള അകലം 2.25 അടിയിലായിരിക്കണം. തൈ നട്ട് കഴിയുമ്പോൾ സീസ് ജീവാണുവളം 30 ml എടുത്ത് അത്രയും വെള്ളം ചേർത്ത് ശക്തിയായി കുലുക്കിയ ശേഷം ചെടിയുടെ ചുവട്ടിലും ചെടിയിലും തളിച്ചു കൊടുത്താൽ ബലവത്തായ വളർച്ചയുണ്ടാകുന്നതോടൊപ്പം തന്നെ വേരുപടലം കൂടുകയും ചെയ്യും. ഇതേ രീതിയിൽ തന്നെ 3-in-1 തൈകളും നടാം. എന്നാൽ തെക്ക് വടക്ക് ദിശയിലെ അകലം 36 അടിയായിരിക്കണം. ഒരു കുഴിയിൽ 3 തൈകൾ നടുമ്പോൾ ഭൂമിയുടെ കാന്തിക ശക്തി നോക്കി വേണം നടാൻ. വടക്ക് വശത്ത് ഒരു തൈയും കിഴക്ക് തെക്ക് മൂലയിലുമാണ് തൈകൾ നടേണ്ടത്. തൈകൾ തമ്മിലുള്ള അകലം 2.25 അടി ആയിരിക്കണം. 2 തൈകൾ തമ്മിലുള്ള അകലത്തിന്റെ മധ്യഭാഗത്തു നിന്ന് 2.25 അടി അകലെ തെക്ക് പടിഞ്ഞാറ് ദിശയിലായി 3ാമത്തെ തൈ നടാം. തൈകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ചരട് കെട്ടിയാൽ ത്രികോണാകൃതി ലഭിക്കുന്നതാണ്. ഒരു കുഴിയിൽ 4 തൈകൾ നടുമ്പോൾ കുഴിയുടെ നീളം 5 അടിയും വീതി 3 അടിയും ആഴം 2.5 അടിയും ആയിരിക്കണം. കിഴക്ക് തെക്ക് കോണിൽ ആദ്യത്തെ തൈ നടാം. തൈയുടെ ചുവട്ടിൽ നിന്ന് 2.25 അടി അകലെ വടക്ക് വശത്ത് 2ാമത്തെ തൈയും തെക്ക് വശത്ത് 3ാമത്തെ തൈയും പടിഞ്ഞാറ് 4ാമത്തെ തൈയും നടാം. ഓരോ തൈകൾ തമ്മിലുള്ള അകലം 2.25 അടി ആയിരിക്കണം. ജീവനുള്ള എല്ലാ സസ്യങ്ങളിലും ഇലക്ട്രിസിറ്റി അടങ്ങിയിട്ടുണ്ട്. റബ്ബർ മരത്തിന്റെ വോൾട്ടേജ് 7 ആണ്. ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ മരങ്ങളും റീചാർജ് ചെയ്യണം. ഇതിനെ സഹായിക്കുന്ന മരുന്നാണ് സീസ്. വേനൽക്കാലത്ത് മരങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ അകറ്റാൻ മണ്ണിൽ സീസ് ഒഴിച്ച് കുഴച്ചതിന് ശേഷം മരങ്ങളിൽ തേയ്ക്കുക. കൂടാതെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുക. മരങ്ങൾ കരുത്തോടെ വളരും. സോളാർ ഇലക്ട്രിക് എനർജി സൊല്യൂഷൻ മരങ്ങളെ സംരക്ഷിക്കുകയും കൂടുതൽ ഉൽപാദനം നൽകുമെന്നതിന്റെയും തെളിവാണ് എലിവാലിയിലെ മാനുവലിന്റെ റബ്ബർ തോട്ടം. എല്ലാ മരത്തിലും ഇലക്ട്രിസിറ്റി ഉണ്ട്. ആ റബ്ബറിന് 0.7 വോൾട്ടാണ് റബ്ബറിന്റെ ഇലക്ട്രിസിറ്റി. ഈ വോൾട്ടേജ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള ടെക്നോളജിയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അതായത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന വളം അവനൊരു സൂപ്പർ കണ്ടക്ടറാണ്. ഓരോ മരത്തിന്റെയും കാന്തിക പ്രഭാവത്തിൽ
ത്രികോണ റബ്ബർ നടീൽ രീതി കൊണ്ട് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മരങ്ങൾ നടുവാനും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുവാനും കഴിയും. സീസ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ മാനുവൽ റബ്ബറിൽ പരീക്ഷണങ്ങൾ തുടരുകയാണ്. കൃഷിയിടം കണ്ട് കൃഷിരീതികൾ മനസ്സിലാക്കുവാൻ ഒട്ടേറെ പേർ എത്തിക്കൊണ്ടിരിക്കുന്നു. വൻ തുകകൾ മുടക്കി വർഷങ്ങളോളം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഗവേഷണ കേന്ദ്രങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് സാധാരണക്കാർ വലിയ ചെലവില്ലാതെ കണ്ടെത്തി നടപ്പിലാക്കുന്നത്. പ്രകൃതിക്ക് അനുകൂലമായി കർഷകർ കണ്ടെത്തുന്ന കണ്ടുപിടുത്തങ്ങളെ അംഗീകരിക്കുവാൻ ഗവേഷണ കേന്ദ്രങ്ങളും സർക്കാരും തയ്യാറാകേണ്ടതാണ്.